This is beyond sports. Accept the unaccepted. സ്കൂൾ ഗെയിംസിൽ പോലും ഫുട്ബോൾ ഇപ്പം നമുക്കൊരു അതെ മത്സരമല്ലാതായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രക്ഷകർത്താക്കൾ കുട്ടികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ അവസരം കിട്ടുന്ന കൊല കുട്ടികൾക്ക് അവസാനം കാശ് കൊടുക്കാം നിവർത്തിയില്ലാഞ്ഞിട്ട് നാട്ടുകാരെന്തോ ബിരിയാണി ചലഞ്ച് പോലുള്ള ചലഞ്ച് നടത്തിയിട്ട് കാശ് സ്വരൂപിച്ചിട്ടാണ് വിടുന്നത്. ഈ 3 മാസം അവിടെ പ്രാക്ടീസിന് പോയിട്ട് വരുന്ന കുട്ടികൾക്ക് ഫുട്ബോളിൽ എന്തെങ്കിലും ആവാന്ന് വെച്ചാൽ അത് തെറ്റാണ്. എന്നാൽ ഇവിടെ കൊടുക്കുന്ന പ്രാക്ടീസ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. ആ സ്ക്രീനിങ്ങിൽ പെടാത്ത കുട്ടികളായിരിക്കും ഇവരുടെ ഇരകൾ. ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾക്ക് പോലും സെലക്ഷൻ കിട്ടി. അതായത് പങ്കെടുത്തവർക്കൊക്കെ സെലക്ഷൻ കിട്ടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണം പറഞ്ഞാൽ ബൂസ്റ്റ് ഹോർലീസും കഴിക്കാന്നുള്ളതാണ്. അവിടെ ഒരു ഫുട്ബോൾ ഇതൊന്നും ഈ തട്ടിപ്പ് ഏറ്റവും നടക്കാതിരിക്കുന്ന ഒരു സ്പോർട്സ് മേഖലയിലാണ്. ഇപ്പൊ അതിലേക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന കാശാണ്. ഒരു രാപ്പകൽ ഇപ്പൊ സ്പെയിനിൽ പോയി ഇംഗ്ലണ്ട് പോയി വിചാരിച്ച് വലിയ കളിക്കാരനാവാൻ പോകുന്നില്ല. യഥാർത്ഥമായി ടാലന്റ് ഉള്ള കുട്ടികൾ അവര് കളിച്ച് പഠിക്കണം. ഇത് കേരളത്തിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ ഇത് അറിയുന്നില്ല, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയുന്നില്ല, എവിടെയാണ് നടത്തുന്നത് അവരും അറിയുന്നില്ല. ശരിയായ ഒരു നടപടി. പക്ഷെ ഇത് നിയന്ത്രിക്കാൻ നിയമപരമായി അവരെ തടയാൻ നമുക്ക് കഴിയണം. ഇനിയും ഇത് കണ്ടടച്ചിരുന്നു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ പേരിൽ പറ്റിക്കപ്പെടും. ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ഫുട്ബോളിന്റെ വെറുത്തു പോകും. തട്ടിപ്പുകൾ ഓരോ വിധത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തട്ടിപ്പുകൾ വരും. നിങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ തട്ടിപ്പിന് വീണ്ടും ഇരയാവും. ഇന്ന് നമ്മളെ പുതിയൊരു സബ്ജക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ പത്രത്തിലൊരു മെയിൻ വാർത്തയാണ്. കുട്ടികളെ സ്പെയിനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഏജന്റുമാർ പണം തട്ടുന്ന ഒരു പുതിയൊരു ഐഡിയ. ഫുട്ബോൾ പ്രാക്ടീസ്. അതെ, സ്പെയിനിലേക്ക്. അതെ, ഇത് മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആട് തേക്ക് മാഞ്ചി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ ആന്ധ്രയിൽ അവിടെ എവിടെയെങ്കിലും കുറേ തോട്ടമുണ്ട് നമ്മുടെ പേരിൽ. നമ്മളൊരു 500 രൂപ കൊടുത്തൊരു യൂണിറ്റ് എടുത്താൽ 10 വർഷം കഴിയുമ്പോൾ നമുക്കൊരു 50,000 രൂപ കിട്ടും. ഒരു ആട് നമുക്ക് വേണ്ടി എവിടെ വളരുന്നുണ്ട്, ആ ആടിന് 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അവസാനം നമ്മൾ മലയാളികളാണല്ലോ, കുറേ പേരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. കുറച്ച് പേര് പരിശോധിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞ സ്ഥലമില്ല. ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു പച്ചപ്പില്ലാത്തൊരു സ്ഥലം. അങ്ങനെ കുറേ പൈസ മലയാളികളുണ്ട് പോയി. അത് ഇതിൽ ടോട്ടൽ ഫോർ യു ആണ് ഏറ്റവും അവസാനം നമ്മൾ കണ്ടൊരു തട്ടിപ്പ്. ഇപ്പോൾ തട്ടിപ്പിൻ്റെ ഒരു പുതിയ മേഖലയായി പാവപ്പെട്ട കുട്ടികൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫുട്ബോളിന് ഭയങ്കരമായിട്ട് ഒരു എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു തട്ടിപ്പ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിന്റെ തട്ടിപ്പിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടേക്കുന്നത് എന്താ വെച്ചാൽ അവിടേക്ക് കൊണ്ടുപോകും. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളോടൊപ്പം 5 ലക്ഷമാണ് ആവശ്യപ്പെടുന്നെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഒരു 2 ലക്ഷം വരും. ബാക്കി 3 ലക്ഷം ശരി കമ്മീഷൻ ആയിട്ട് പോകുന്നത്. ഒരു സ്പെയിനിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ കുട്ടികൾക്കുള്ള സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്, പ്രത്യേകിച്ച് ഫുട്ബോൾ പരിശീലന ക്ലബ്ബുകളുണ്ട്. അവിടെ ആർക്ക് വേണോ പോയി ചേരാം. അപ്പോൾ ഇവിടുന്ന് ഏജന്റുമാർ അവിടെ പോയി നിന്നിട്ട് ഇത് കുട്ടികളവിടെ ചേർക്കും. 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവാക്കി അവരവിടെ കൊണ്ടുപോകും. 2 ലക്ഷം രൂപ ത്രൂവായി അവരുടെ പോക്കറ്റ് ഇരിക്കും. ഈ 3 മാസം അവിടെ പ്രാക്ടീസിന് പോയിട്ട് വരുന്ന കുട്ടികൾക്ക് ഫുട്ബോളിൽ എന്തെങ്കിലും ആവാന്ന് വെച്ചാൽ അത് തെറ്റാണ്. കാരണം ഇവിടെ കൊടുക്കുന്ന പ്രാക്ടീസ് തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്. പിന്നെ അവിടെ 2 തരത്തിലാണ് നമ്മളത് കാണേണ്ടത്. ഒന്ന്, സ്പെയിൻ പോലെ അല്ലെങ്കിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അർജൻറ്റീന, സ്പെയിൻ, ബ്രസീൽ, ഇവിടെയൊക്കെ അവിടുത്തെ പുതിയ തലമുറ ഫുട്ബോളിൻ്റെ പുതിയ തലമുറയെ കണ്ടെത്താൻ വേണ്ടി അവർ പ്രാക്ടീസ് കൊടുക്കും. അത് വളരെ ചെറുപ്പത്തിൽ 4 വയസ്സ് 5 വയസ്സ് സമയം മുതൽ അവർ പ്രാക്ടീസ് കൊടുക്കും. അതിനവർ ചെയ്യുന്നത് അവരുടെ ആരോഗ്യമാണ് ആദ്യം, അവരുടെ സ്റ്റാമിന. ഒരു നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്പോർട്സ് താരത്തിൽ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരൊക്കെ തന്നെ നമ്മുടെ വേൾഡ് ഫുട്ബോൾ മാച്ചുകളിൽ കളിക്കുന്ന ഒരു സ്റ്റാമിന പരിശോധിച്ചാൽ നമുക്കറിയാം. കാര്യം നമ്മൾ പല കളികളും നേരിട്ട് കണ്ടിട്ടുള്ളവരും പോയിട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരെ കുട്ടികൾക്ക് പരിശീലിപ്പിക്കാൻ അവർക്ക് പ്രത്യേകമായ ഒരു വലിയ പ്രക്രിയയാണ് അവസാനം. അതിങ്ങനെ ചെറുപ്പം മുതൽ ആരോഗ്യത്തിൽ സംരക്ഷിച്ച് സ്റ്റാമിന വലുതാക്കി പിന്നെ ഫുട്ബോളിലേക്ക് അവരെ കൊണ്ടുവന്നത്. ഇതല്ല, ഇത് വലുതായതിനു ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 8 വയസ്സും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ കൊണ്ടുവന്ന് അവർ സ്വാഭാവികമായി ആര് ചെന്നാലും ഇത് എന്താ വെച്ചാൽ നമുക്ക് തന്നെ വെബ്സൈറ്റിൽ ഓരോ ക്ലബിന്റെ എടുത്ത് നോക്കി അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. നാപ്പോളി വരെ കുട്ടിയൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ പൈസ മുടക്കി അവിടെ പോയി നമ്മുടെ കുട്ടിയൊക്കെ ഒരു 3 മാസം പരിശീലനം. ഈ 3 മാസത്തെ പരിശീലനം അവിടെ കൊടുക്കുന്നത് അവിടുത്തെ കാലാവസ്ഥയിൽ മാത്രമേ ചില പ്രത്യേകതകളുള്ളൂ. ബാക്കി മുഴുവൻ ബേസിക് പരിശീലനം ഇവിടെ ആവശ്യം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്. മിക്കതും നമ്മൾ നോക്കുമ്പോ ഫുട്ബോളിൽ തന്നെ ഇപ്പോ ചെറുപ്രായത്തിൽ എല്ലാവരുടെയും സെയിം ആണ്. പിന്നെ ഓരോ ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ വർക്കൗട്ടും അതും നമ്മുടെ ഒരു റുട്ടീനൊക്കെ കാരണമാണ് നമ്മൾ ശരിക്കും പിന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ ഇപ്പൊ ഫുട്ബോളിന് ഭയങ്കരമായ ഹൈപ്പ് വന്നു. ISL ഒക്കെ വന്ന് ഇപ്പോൾ ഭയങ്കരമായൊരു ഹൈപ്പ് വന്നു. പിന്നെ ഈ ഫുട്ബോൾ താരങ്ങൾക്ക് പണ്ട് ഇടക്കാലത്ത് ക്രിക്കറ്റായിരുന്നു. മലബാർ ഒഴികെയുള്ള സമയത്ത് ക്രിക്കറ്റായിരുന്നു വലിയ സാമ്പത്തിക ഇതായത്. അപ്പോൾ ഈ
കുട്ടികൾ രക്ഷകർത്താക്കൾ കുട്ടികളിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഞാൻ പറഞ്ഞ ആട് വേഗം വാഞ്ചിയം പറഞ്ഞ പോലെ തന്നെ കുട്ടികളിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇവർ നാളെ വേൾഡ് കപ്പ് കളിച്ച് കാശ് കൊണ്ടുവരുന്നുള്ള ധാരണ യഥാർത്ഥത്തിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നല്ല ഒന്നാം തരം മുൻകാല താരങ്ങളുടെ പരിശീലകരുടെ നല്ല പരിശീലനം കൊടുക്കുന്ന ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കോളോ FC എംപ്ലോസിൻ്റെ കീഴിൽ ഭയങ്കര കാര്യമായ പരിശീലനമാണ്. അങ്ങനെ എത്ര ക്ലബ്ബുകളുണ്ട്. ഇനിയിപ്പോട്ടെ കേരളം വിട്, ഗോവയിൽ പോവാം, ബാംഗ്ലൂരിൽ ഡൽഹിയിലുണ്ട്. ഇതെല്ലാം അവർ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള നല്ല പരിശീലനം അവർ കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു ഇത് കാണുന്നത് ഈ അവരൊക്കെ പരിശീലനത്തിലെടുക്കുന്ന കുട്ടികൾ അവർ വളരെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞ പരിശീലനത്തിലെടുക്കും. നമ്മൾ ഓഡിഷൻ നടത്തുന്ന പറഞ്ഞാൽ അവർ വളരെ സ്ക്രീൻ ചെയ്തെടുക്കും. ആ സ്ക്രീനിങ്ങിൽ പെടാത്ത കുട്ടികളായിരിക്കും ഇവരുടെ ഇരകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ആ വാർത്തയെ കണ്ടേക്കുന്ന എന്താ, ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾക്ക് പോലും സെലക്ഷൻ കിട്ടി. അതായത് പങ്കെടുത്തവർക്കൊക്കെ സെലക്ഷൻ കിട്ടുന്നത് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന കാശാണ്. ഇത് എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകൾ സ്വകാര്യ രംഗത്തുണ്ട്. ഒരു സഹായവും പറ്റാതെ നടത്തുന്ന ക്ലബ്ബുകളുണ്ട്. അവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അവരൊക്കെ ചിലവിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അവിടേക്കൊന്നും നമ്മുടെ ആൾക്കാർ പോയില്ല. ഈ സ്പെയിനിലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വലിയ സംഭവമാണെന്നാണ്. അതായത് ശരിക്കും അങ്ങനെ ഫുട്ബോൾ കൾച്ചറിലൊക്കെ സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എത്ര രൂപ മുടക്കിയിട്ടാ പോകുന്നത്, എത്ര ദിവസം ഇതിന് പരിശീലനം, 3 മാസത്തെ പരിശീലനം കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഒരു നല്ല പ്രാക്ടീസ് കിട്ടിയാൽ നല്ലവണ്ണം പരിശീലനം കഴിഞ്ഞ് കളിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് സ്പെയിനിൽ പോയി 3 മാസം ടെക്നിക്ക് പഠിക്കാം. അതെ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 100 പേരെങ്കിലും ഇപ്പൊ പോയിട്ടുണ്ടാവും. ഈ 100 പേര് ഇന്ത്യൻ ടീമിന് കളിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ താരങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. അത് ഈ കച്ചവടക്കാർക്ക് നമ്മൾ സൗകര്യം ചെയ്തു അവർക്ക് പറ്റിച്ചുകൊണ്ട് പോകാൻ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ധാരണ ശരിയായെങ്കിൽ ഈ നമ്മൾ ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോഴത്തേക്കാണ് വലിയൊരു നല്ലോണം ബൂസ്റ്റായി. അന്ന് എനിക്ക് തോന്നുന്നു അർജന്റീന അംബാസിഡർ കേരള ഹൗസിലേക്ക് നേരിട്ട് പോയി. കേരളത്തിലെ ആരാധകരെ കണ്ടിട്ട് പോകുന്നതാണ്. കേരള ഹൗസിലേക്ക് നേരിട്ട് പോയി അന്ന് ഒരു പ്രോജക്റ്റ് വെച്ചു. ഞങ്ങൾ കേരളത്തിലെ പരിശീലനം കൊടുക്കാമെന്നോ, അതിനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തുതരാം. ഈ 2022 പോയത് ആലോചിക്കണം. 1 വർഷം കഴിഞ്ഞു, 2024 ഇതുവരെ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മുന്നോട്ടൊരു ചർച്ച നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അർജന്റീനക്കാർ ഇവിടെ വന്ന് പ്രാക്ടീസ് കൊടുക്കാൻ ഇന്ത്യൻ സ്പോർട്സ് മന്ത്രാലയത്തിന് ഒരു തർക്കവുമില്ല. അവർക്കിവിടെ പരിശീലനം കൊടുക്കാൻ കഴിയും. അവരുടെ മുൻകാല താരങ്ങൾ പരിശീലനം കൊണ്ട് കൊടുക്കാൻ കഴിയും. അത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ വളരെ നേട്ടം ഉണ്ടാക്കുന്നത്. ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെടില്ല. ഇങ്ങനെ അത് നമ്മുടെ ആൾക്കാർ കൂടെ ചേർന്നാണ് ഈ പറ്റിപ്പിൻ്റെ അവസരം ഉണ്ടായത്. അങ്ങനെ പറ്റിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ ഖത്തർ വേൾഡ് കപ്പിൻ്റെ പീക്ക് ടൈമിലാണ് നമ്മൾ 1 മില്യൺ ഗോൾ എന്ന് പറഞ്ഞൊരു പദ്ധതിയായിട്ട് വന്നു. അത് സ്കൂളിൽ 1000 സ്കൂൾ തിരഞ്ഞെടുത്തിട്ട് 1000 സ്കൂളിലെയും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക. അവർ താരങ്ങളായി വളർത്തിയെടുക്കുക. 1 വർഷം കഴിഞ്ഞാൽ പദ്ധതി വലിയ കുട്ടി മലപ്പുറത്ത് തുടങ്ങി. എറണാകുളത്തായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ അത് ഇവിടെ 1000 സ്കൂളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര സ്കൂളിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. എനിക്ക് തോന്നുന്നു തീരദേശ മേഖലയിലെ ചില സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. മലബാർ മേഖലയിൽ ചിലപ്പോൾ ഇത് കാര്യമായി നടക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് കാര്യമായി നടക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ലെന്നല്ല. സ്കൂൾ ഗെയിംസിൽ പോലും ഫുട്ബോൾ ഇപ്പം നമുക്കൊരു മത്സരമല്ലാതായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിക്കാതിരിക്കും. എന്നിട്ട് പുറത്തേക്ക് വെറുതെ കാശ് കൊടുത്ത് പോയി. സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഫുട്ബോൾ തട്ടാത്തൊരു കുട്ടിയാണ് സ്പെയിനിൽ പോയി ഫുട്ബോൾ തട്ടാൻ. ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇവിടുത്തെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണം പറഞ്ഞാൽ ബൂസ്റ്റ് ഹോർലിക്സും കഴിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ഫുട്ബോൾ ബൂസ്റ്റ് ഹോർലിക്സ് കഴിച്ചിട്ടല്ല, അവർക്ക് ചിട്ടായ രീതിയുണ്ട്. വളരെ ചെറുപ്പത്തിലെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയുണ്ട്. അത് എനിക്ക് മനസ്സിലാവാത്തത് ലോക പ്രശസ്ത കായിക താരങ്ങളുടെ ജീവചരിത്രം, പെലെയുടെ ജീവചരിത്രമുണ്ട്, മറഡോണ, നാപ്പോളി ക്ലബിന്റെ ചരിത്രം അവർ കയറി പെലെ ആയതും മറഡോണ ആയതും മെസ്സി ആയതും എങ്ങനെയാണെന്ന് ഇവർ പഠിക്കണം. പഴയ കാലമല്ല, ഇപ്പൊ എല്ലാവർക്കും എല്ലാം കയ്യിലിരിക്കുന്ന ഈ സ്പെയിനിലെ ഫുട്ബോൾ ക്ലബിനൊക്കെ നോക്കുന്ന അതേ മൊബൈലിനകത്ത് ഇത് എങ്ങനെ ഇവരൊക്കെ താരങ്ങളായി. ഈ ക്ലബിലേക്ക് ഇപ്പൊ നമുക്കൊരു ക്ലബിലേക്ക് ഇൻവിറ്റേഷൻ വന്നു. അപ്പൊ നമ്മൾ അതിൽ നമ്മൾ വെബ്സൈറ്റ് അടിച്ച് നോക്കിയാൽ അറിയാം അതിന് എത്ര ചെലവ് വരുമെന്ന്. അതിനകത്ത് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത്ര ദിവസത്തിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നോക്കില്ല. ഇവിടെ ഈ പരസ്യം കൊടുത്ത് പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനം തന്നെയാണ് ഉള്ളത്. അതിലേക്ക് നമ്മൾ ആൾക്കാരൊന്ന് വീണ് കൊടുക്കുന്നത്. ഇത് ഒരു സർക്കാർ ഇവിടെ ഒരു മുൻകരുതൽ അവയർനെസ് കൊടുക്കാനാണ്. പിന്നെ വേറൊരു കാര്യം, സർക്കാരോ പോലീസൊക്കെ അവയർനെസ് കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ഓൺലൈനിലും എല്ലാ ദിവസവും പോലീസ് ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വളരെ കാര്യമായ പ്രചരണമുണ്ട്. എന്നാലും ആയിരക്കണക്കിന് പേര് ഇപ്പോഴും കളിച്ചോണ്ടിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ട കാര്യം, ഈ അവസരം കിട്ടുന്ന കുറെ കുട്ടികൾക്ക് അവസാനം കാശ് കൊടുക്കാം നിവർത്തിയില്ലാഞ്ഞിട്ട് നാട്ടുകാരെന്തോ ബിരിയാണി ചലഞ്ച് പോലുള്ള നടത്തിയിട്ട് കാശ് സ്വരൂപിച്ചിട്ടാണ് വിടുന്നത്. അതായത് കേരളത്തിലുള്ളവരുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യണം. അതിന് രക്ഷകർത്താക്കൾ കൂട്ടുന്നത്. ഇത് ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് തടയാനുള്ള ഒരു വലിയ ബാധ്യത സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് കായിക സംഘടനകൾക്ക് അതുകൊണ്ട്. കാര്യം ഇവിടെ കേരളത്തിൽ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ട്, അസോസിയേഷൻ ഉണ്ട്, എല്ലാ ജില്ലയിലും സജീവമാണ്.
ഫുട്ബോൾ ഫെഡറേഷൻ വളരെ സജീവമാണ്. അവർ ഈ തട്ടിപ്പ് ഇത്രയും വാർത്തയും ഇത്രയൊക്കെ ആയിട്ട് അവർ പരസ്യം കൊടുത്താണ് ആളുകളെ പിടിക്കുന്നത്. എങ്ങനെ അങ്ങനെ അല്ല, എന്തായാലും ഒരു സെലക്ഷൻ നടത്തണം. പരസ്യം കൊടുക്കണം, സോഷ്യൽ മീഡിയ. ഇത് കാണാത്തവരൊന്നല്ലല്ലോ, എല്ലാവരും. ഇത് കാണുമ്പോൾ അവർ ഇതിനകത്ത് ഇടപെട്ട് ഇവരുടെ ഒരു എന്താണ് യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അത് ചെയ്യുന്നില്ല. നമ്മൾ ഈ പറഞ്ഞല്ല രക്ഷകർത്താക്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ പുറത്ത് അവരെ കാശി പോകും. നമ്മള് എന്തെങ്കിലും ചെറുത് കേട്ടാ ചാടി വീഴുന്നത് സ്പോർട്സ് ആയാലും ശരി, അത് എല്ലാവരും ശരി. 90 രൂപയ്ക്ക് 50 രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്നത് നമ്മളവിടെ പോകും, ഒരു സംശയമില്ല. അതുപോലെ ഈ സ്പോർട്സിനെ കാണരുത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ തട്ടിപ്പ് ഏറ്റവും നടക്കാതിരിക്കുന്ന ഒരു സ്പോർട്സ് മേഖലയിലാണ്. ഇപ്പൊ അതിലേക്കും വരുന്നത്. കാരണം അങ്ങനെയാണ് പ്രൊമോഷൻ. ഒരു താരത്തിന് ഇപ്പൊ ഈ ലേലം നടക്കുമ്പോൾ നമുക്ക് ലേലം നടക്കുമ്പോൾ അവർക്ക് ഇത്ര രൂപ കിട്ടി. അപ്പൊ ആ ലെവലിലേക്ക് കളിച്ചു വന്നാൽ അവരെത്രമാത്രം കഷ്ടപ്പെട്ട് എത്ര മാച്ച് കളിച്ചിട്ട് എവിടെയെല്ലാം കളിച്ചിട്ടാണ് അവർക്കത് കിട്ടി. അയ്യം വിജയനും ആ ഒരു മാച്ച് അയ്യം വിജയനൊക്കെ കളിച്ചു വന്നത് വളരെ കഷ്ടപ്പെട്ട്. മെസ്സി ആയാലും എങ്ങനെയാണ് മെസ്സി കളിച്ചു തുടങ്ങിയത്, എവിടെ നിന്നാണ് മെസ്സി കയറി വരുന്നത്? ഇപ്പൊ നമ്മൾ തന്നെ പറയും, ഇപ്പൊ ഹുസൈൻ ബോൾട്ടിന് 9 സെക്കൻഡ് കൊണ്ട് ഓടാൻ പറ്റിയേക്കുന്നത് 4, 5, 10 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടാ പറ്റും. അല്ലാതെ ഒരു രാപ്പകലും ഇപ്പൊ സ്പെയിനിൽ പോയി ഇംഗ്ലണ്ട് പോയി നേരിച്ച് വലിയ കളിക്കാരനാവാൻ പോകുന്നില്ല. അല്ലെ, ഈ സമയത്ത് ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ സ്പെയിനിൽ പോയി പരിശീലനം നേടിയിട്ട് അവർക്കൊരു കാര്യമില്ല. അവർക്കിപ്പോൾ സ്റ്റാമിനയാണ് ആവശ്യം. അവർക്ക് ഈ പറഞ്ഞ പോലെ പരിശീലനത്തിന്റെ ഒരു അവസാന ഘട്ടത്തിൽ അവിടെ പോയി ട്രിക്കുകൾ പഠിക്കാൻ നമ്മൾ ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞു പോകുന്നു. അതെ, ഇല്ലെങ്കിൽ നമുക്ക് വർഷങ്ങളോളം അവിടെ നിന്ന് പഠിക്കുന്ന ഇത് 1 മാസം 2 മാസം 3 മാസം ഇതൊരു വിനോദസഞ്ചാരത്തിന് പോയിട്ട് വരാം എന്നല്ല. പിന്നെ നാട്ടിൽ നമ്മൾ സ്പെയിനിലൊക്കെ പോയതാണെന്നൊക്കെ പറയാം. ഇത് ഒരു ഫുട്ബോൾ ക്ലബിന്റെ സെലക്ഷൻ നടക്കുമ്പോൾ ഞാൻ സ്പെയിനിൽ പോയി ആണെന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഒരു സെവൻസ് പോലും കളിക്കാൻ പറ്റുന്നില്ല. ഈ സ്പെയിനിൽ നിന്ന് വരുന്ന ഒരു കക്ഷിയായി. മലപ്പുറത്ത് പോലും നമ്മൾ ഈ സുഡാനി എന്ന് പറയുന്ന കക്ഷികളുടെ പുറത്ത് അവരവിടെ ഒരുപാട് കുട്ടികളെ കളിച്ചിട്ട് തെളിച്ച് വരുന്നു. അവരെ പിടിച്ചിരിക്കാൻ ഈ സ്പെയിനിൽ പോലുള്ള ഈ കുട്ടികളുടെ പരിശീലനം കൊണ്ടൊന്നും ശരിയാണ്. യഥാർത്ഥമായി ടാലന്റ് ഉള്ള കുട്ടികൾ അവർ കളിച്ച് പഠിക്കണം. ഇതിന് കേരളത്തിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇനി കേരളം പോരെങ്കിൽ തൊട്ടടുത്ത ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കേരളത്തിൽ കുറച്ച് കുറവാണ്. ഗോവ ഫുട്ബോളിന് നല്ല ഒരുപാട് ക്ലബ്ബുകളുള്ള സ്ഥലമാണ്. കേരളത്തിനേക്കാൾ കൂടുതൽ സജീവമായ ക്ലബ്ബുകൾ ചെന്നൈ, കൊൽക്കത്ത. ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ ടർഫുകൾ കേന്ദ്രീകരിച്ച് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. അതും എനിക്ക് തോന്നുന്നു മുൻകാല താരങ്ങളുടെ നേതൃത്വത്തിലാണ് മുഴുവൻ നടക്കുന്നത്. അവിടെ പ്രാക്ടീസ് മാച്ചുകൾ നടക്കാറുണ്ട്. അവിടെയൊക്കെ പോയി പരിശീലിക്കണം. പരിശീലിച്ച് അവർ വരട്ടെ, ജില്ലാ ടീമിലും സംസ്ഥാന ടീമിലൊക്കെ കയറി വരുമ്പോൾ വരാം. അല്ലാതെ ഈ നാളെ സ്പെയിനിൽ കൊണ്ടുപോയി ഇപ്പം വില ആയിക്കളെ, മെസ്സി ആയിക്കളെ, മറഡോണ ആയിക്കളെ എന്നൊക്കെ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം. കയ്യിരിക്കുന്ന കാശ് പോകുന്നില്ല, കാശ് പോയിരിക്കും, ഒരു തത്വം വേണ്ട. ഇതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നതേ, ഈ ഒളിമ്പിക് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടേ, ഇന്ത്യൻ ഒളിമ്പിക് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ മുമ്പ് കൊണ്ടുവരുന്നു. അത് ഈ സെയിം, പക്ഷേ ഇവർ കളിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ഒരു ഗ്രേസ് മാർക്കിന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക അതിന് ഒരു ബന്ധമില്ല. അതാ ഇപ്പൊ നമ്മുടെ സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ ഇത് അറിയുന്നില്ല, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയുന്നില്ല, എവിടെയാണ് നടത്തുന്നത് അവരും അറിയുന്നില്ല. ഇത്തരം സംഘടനകൾ ഇങ്ങനെ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ നടത്തി വരുമ്പോഴത്തേക്ക് ഇവരടുത്ത് അന്വേഷിക്കണ്ട. അല്ലെങ്കിൽ സ്പെയിനിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നു. കേരള ഫുട്ബോൾ ഫെഡറേഷനിൽ ആരെയാണ് അവർക്ക് ബന്ധപ്പെടാൻ പറ്റാത്തത്? അല്ലെങ്കിൽ ഇത് നടക്കുന്ന സ്ഥലത്ത് എറണാകുളത്താണെങ്കിൽ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനെ ബന്ധപ്പെടണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ശരിയാണോ ഇല്ലെന്ന് ചോദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് തയ്യാറാവാത്തവരുടെ കാശ് ഉറപ്പായിട്ട് പോകും. അത് കാശില്ലാത്ത വീട്ടിലെ കുട്ടികളായിരിക്കും കൂടുതൽ പെടുന്നത്. അത് നാട്ടുകാരുടെ കാശാണ് പോകുന്നത്, വെറുതെ പോകും. അത് ശരിയായൊരു നടപടി. പക്ഷെ ഇത് നിയന്ത്രിക്കാൻ നിയമപരമായി അവരെ തടയാൻ നമുക്ക് കഴിയണം. അതിന് ഫുട്ബോൾ അസോസിയേഷനൊക്കെ മുൻകൈ എടുക്കണം. അല്ല അവരിത് ഇനിയും ഇത് കണ്ടടച്ചിരുന്നു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ പേരിൽ പറ്റിക്കപ്പെടും. ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവർ ഫുട്ബോളിനെ വെറുത്തു പോകും. ഇപ്പൊ നമുക്ക് എന്ത് ആരാധകരുണ്ടോ അത് ഇല്ലാണ്ടായിപ്പോൾ ഒരു കായിക സംസ്കാരത്തിന് തന്നെ അത് ബാധിക്കും. കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകൾ വരുന്നത്. അപ്പൊ അത് ഒഴിവാക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ തട്ടിപ്പുകൾ ഓരോ വിധത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തട്ടിപ്പുകൾ വരും. നിങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ തട്ടിപ്പിന് വീണ്ടും ഇരയാവും. അത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ. ഒരു മാസത്തെ ഒരു സ്പെയിനിലെയോ ഇംഗ്ലണ്ടിലെ പരിശീലനം കൊണ്ട് ആരും വലിയൊരു പ്രൊഫഷണൽ ഫുട്ബോളറായി മാറില്ല എന്നുള്ളൊരു സത്യം നിങ്ങളെല്ലാവരും തിരിച്ചറിയാം. ഈ പൈസയായിട്ട് കുടുംബമായിട്ട് സ്പെയിനിലൊന്ന് പോയിട്ട് ഫുട്ബോൾ ക്ലബ്ബൊക്കെ ഒന്ന് കണ്ട് ഒരാഴ്ചയുടെ പരിശീലനം നടത്തി വന്നാൽ അത് ഒരു ഗുണം ചെയ്യും. അങ്ങനെ പുതിയ വിഷയമായിട്ട് നമുക്കിനി പിന്നെ കാണാം.